ഇന്ന് എനിക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി കോട്ടാപ്പാടത്തേക്ക് വന്നു. അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികൾ കുറച്ച് ബേക്കറി വാങ്ങിക്കട്ടെ വിചാരിച്ചിട്ടേ കോട്ടാപ്പാടത്ത് തന്നെയുള്ള ഒരു ഹോൾസെയിൽ കടയിലേക്കാണ് പിന്നെ വന്നിട്ട്. ഹോൾസെയിൽ കടയിലാകുമ്പോൾ പിന്നെ കടയിൽ കൊടുക്കുന്ന റേറ്റ് ഒന്നും കൊടുക്കണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ കമ്മിയായിട്ട് കിട്ടൂല വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈശയിൽ ഇത് അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ കുറച്ച് പച്ചക്കറിയും കൂടി വാങ്ങിക്കാണ്ടായിരുന്നു. പച്ചക്കറി വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങളെ കടയിലേക്കാണ് പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. കുഞ്ഞോളൊന്ന് രാവിലെ തന്നെ കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒളിഞ്ഞും കാത്ത് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും പാടെ കൂടിയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളെ കടയിൽ നിന്നും കുറച്ച് പെറുക്കാണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടേ പിന്നെ ഇശലിന് മുട്ടായി വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളൊരു ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കടയിൽ നിന്ന് മുട്ടായി വാങ്ങിയതൊക്കെ ഓള് പച്ചക്കറി ഞങ്ങൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്തപ്പോൾ ഇങ്ങനെയൊക്കെ തീറ്റ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ ബേക്കറി കണ്ടപ്പോൾ പിന്നെ ഓൾക്ക് ഇവിടുന്ന് വേണം മുട്ടായി. അങ്ങനെ ആളത് 2 കോൽ മുട്ടായി ഒപ്പം തോൽച്ചിട്ടേ പിന്നെ ഏത് തിന്നുന്നില്ല കൺഫ്യൂഷനിൽ നോക്കി നിൽക്കുക. സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും ഒരു ഓട്ടോ എടുത്തിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു. പോരിന് വൈക്കതാ കുറച്ച് എണ്ണക്കടിയും വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ പിന്നെ മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പാടെ ഇരുന്നിട്ട് നല്ല ഉള്ളിവടയും ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കടയിൽ ഇതാ ഈ ഒരു നോൺ സ്റ്റിക്കിന്റെ 2 പാത്രങ്ങളാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് ഇതുപോലെ നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ട് പിന്നെ അതിന്റെ തൊലിയൊക്കെ പോന്നിട്ട് ഇപ്പൊ നാശമായിക്കണു. അപ്പൊ പിന്നെ ഈ 2 പാത്രം എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് ഇത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ട്. ഞാൻ രാവിലെ ചോറും കൂട്ടാനൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഇന്നലത്തെ ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയായിരുന്നു. പിന്നെ വൈകുന്നേരത്തെ ചോറൊക്കെ വെക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ട്. കോട്ടാപ്പാടത്ത് കൂടെ ഒക്കെ പോയി വന്നപ്പോൾ ഇങ്ങനെ ചോറും കറിയും വെക്കാനും മൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ബിരിയാണി ഓർഡർ ആക്കിയിട്ട് രാത്രി ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.